സാം, ഗെറ്റ് അപ്പ്. പുറത്ത് മഞ്ഞ് പെയ്തിട്ടുണ്ട്, അതൊക്കെ ഒന്ന് വൃത്തിയാക്കണം. ചെയ്യാം പപ്പ. അതെ, ഞങ്ങൾ ജോലിക്ക് പോകുന്ന പെട്ടെന്നാട്ടെ, വഴിയിലൂടെ ഒക്കെ കുറെ ആൾക്കാർ പോകുന്നതാ. അമ്മേ ചെയ്യാം, ആദ്യം എന്തെങ്കിലുമൊക്കെ കഴിക്കട്ടെ. മോനെ, ബ്രേക്ക്ഫാസ്റ്റ് മേശപ്പുറത്തുണ്ട്, ഒന്ന് ഫ്രഷ് ആയിട്ട് കഴിക്കേ. ഞങ്ങള് പോവാണേ. സീ യു മോനെ. ബൈ. അടുത്തേക്ക് വരരുത്, ഞാൻ പോലീസിനെ വിളിക്കും. ഇപ്പൊ വിളിക്കാം ഞാൻ, ആണെങ്കിൽ പോകരുത്. അനങ്ങാറില്ല, ഇപ്പൊ ഞാൻ വിളിക്കും പോലീസിനെ. ശരിയാവുന്നില്ലത്, എന്റെ ദൈവം ഇത്. അയ്യോ കള്ളൻ. സാം, ഞാൻ കള്ളനല്ല, ദൈവം അയച്ചൊരു ദൂതനാണ്. ദൂതനോ? സത്യം പറ, ഞാൻ ഇപ്പൊ പോലീസിനെ വിളിക്കും. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, തന്നൊരു അത്ഭുതം കാണിക്കും, ഞാൻ അപ്പൊ വിശ്വസിക്കാം. വിശ്വസിക്കാൻ അടയാളങ്ങളോ അത്ഭുതങ്ങളോ ആവശ്യമില്ല. പക്ഷെ നീ അത്ഭുതം കണ്ടാൽ മാത്രമേ വിശ്വസിക്കുമെങ്കിൽ ഞാൻ ചെയ്യാം. ശരിക്കും ദൂതനാണോ? അതേന്നേ. ഓക്കെ, പക്ഷെ ഇതിന് എന്നെ കാണാൻ വന്നപ്പോ നഷ്ടപ്പെട്ടു പോയ ഒരാടിനെ അന്വേഷിച്ചു വന്നതാ. ആടോ? ഓ ആ, പക്ഷെ ആരെ ഈ ആട്? അത് നീ തന്നെ. ഞാനോ? അതെങ്ങനെ ശരിയാവും? ഞാൻ എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകാറുണ്ട്, ഡെയിലി കുടുംബ പ്രാർത്ഥന എത്തിക്കാറുണ്ട്. അപ്പൊ പിന്നെ ഞാനെങ്ങനെ നഷ്ടപ്പെട്ടവനാകും? ദൈവം പുറത്തുള്ളതല്ല, ഉള്ളിലുള്ളതാണ് നോക്കുന്നത്. നീ പള്ളിയിൽ പോകുന്നുണ്ടാകാം, പ്രാർത്ഥിക്കുന്നുണ്ടാകാം, പക്ഷെ നിന്റെ ഉള്ളിൽ ശൂന്യതയുണ്ട്. ദൈവത്തോടുള്ള ബന്ധത്തിൽ നിന്ന് നീ അകന്നുകൊണ്ടിരിക്കുകയാണ്. നീ ഇപ്പോൾ സമരിയാക്കാരി സ്ത്രീയെ പോലെയാണ്. പല കാര്യങ്ങളാൽ ദാഹിച്ചിരിക്കുന്നു, പക്ഷെ ആ ദാഹം തീരുന്നതുമില്ല. സമരിയാക്കാരി സ്ത്രീയെ പോലെയാണ്? ഞാൻ അവളെ പോലെ ഒന്നുമല്ല. എനിക്ക് അവളെ പോലെ ഒരുപാട് ഗേൾ ഫ്രണ്ട്സ് ഒന്നുമില്ല. അവിടെ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് പോലെ ജീവിച്ചല്ലേ, എന്നെ അവളായിട്ട് കമ്പയർ ചെയ്യുന്നു. സാം, നീ കഥയുടെ ചില ഭാഗങ്ങളെ കണ്ടിട്ടുള്ളൂ, ബാക്കിയുള്ളത് കൂടി കാണാനുണ്ട്. വാ, ഞാൻ കാണിച്ചു തരാം.
ഞാൻ 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 ഇനി എങ്ങനെ തിരിച്ചു വരും? എനിക്ക് ഒറ്റയ്ക്ക് അവൾക്കും ഒട്ടും എളുപ്പമല്ലായിരുന്നു. പക്ഷെ അവൾക്കും ഒരവസരം ലഭിച്ചു. എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം തരുമോ? Just give a good round of applause.